കരയില്ലടാ. അമ്മ ഇവിടെ ഉണ്ട്. മോളെ കരയില്ലേ മോളെ. അതി മോനെ പ്ലീസ്, എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം മോനെ പ്ലീസ്. ഞാൻ പ്രസവിച്ച എന്റെ കുഞ്ഞല്ലടാ ഇത്. എനിക്ക് തന്നോടെ ഇതിനെ. പുണ്യം കിട്ടും നിനക്ക്. ഒരു 100 കോടി പുണ്യം കിട്ടും മോനെ. രക്ഷപ്പെട്ടു. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? സമ്മതിച്ചു തന്നിരിക്കുന്നു. ഇനി നമ്മുടെ കുഞ്ഞിനെ അവള് കണി കാണാൻ പാടില്ല. ആ ഉത്തരവാദിത്വം ഞാൻ ചേച്ചി ഏൽപ്പിക്കാം. ആ ഉത്തരവാദിത്വം ഞാൻ സന്തോഷത്തോടുകൂടി ഏറ്റെടുക്കുന്നു. അവളെ ഒതുക്കാനുള്ള ഒരവസരവും ഞാൻ പാഴാക്കി കളയില്ല മോളെ. എന്റെ പൊന്നു കുഞ്ഞെ, നീ നിലവിളിച്ച് നാട്ടുകാരെ കൂട്ടാതെ. ആ പൂജ ഇപ്പൊ വരും. നിങ്ങൾ എന്ത് പണിയെ കാണിച്ചേ? ആരോട് ചോദിച്ചിട്ട് എന്റെ കുഞ്ഞിനെ എടുത്തോണ്ട് വന്നേ? എന്താ മോളെ ഇത്? നമുക്കിടയില് എന്റേതും നിന്റേതെന്നൊക്കെ ഉണ്ടോ? കുഞ്ഞ് നമ്മുടെ രണ്ടുപേരുടെ അല്ലേ? അതൊക്കെ പണ്ട്. ഇപ്പൊ എനിക്ക് ഈ കുഞ്ഞിനെ നിയമപരമായിട്ട് നിങ്ങൾ എഴുതി തന്നതാ. എന്നിട്ട് എന്റെ ഇത് തട്ടിപ്പറിച്ച് നിങ്ങൾ കൊണ്ടുപോയപ്പോ ഇന്നലെ കോടതി ഉത്തരവായിട്ട് എന്റെ അമ്മ ഇവിടെ എത്തി ഞങ്ങളുടെ അവകാശം സ്ഥാപിച്ചെടുത്തതല്ലേ? പിന്നെ നിങ്ങൾ എന്തിനാ എന്റെ കുഞ്ഞിനെ എടുത്തത്? ഞാൻ വേണമെങ്കിൽ മോളുടെ കാല് പിടിക്കാം. ചതിക്കരുത്. ആ കടലാസ് ഒരു കാരണവശാലും കോടതിയിൽ കൊടുക്കരുതെന്ന് മോളുടെ അമ്മയോട് പറയണം. എനിക്കെന്റെ കുഞ്ഞിനെ തിരിച്ചു തരണം. ഞാൻ എന്തും ചെയ്യാം. എന്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു തരണം. എന്റെ കുഞ്ഞില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. നിയമപരമായിട്ട് ദത്ത് എഴുതി തരുമ്പോ ഇതൊക്കെ ഓർക്കണമായിരുന്നു. ആ സമയത്ത് ഞാനൊരു രോഗിയായിരുന്നില്ലേ മോളെ? ദയവ് ചെയ്ത് എന്നെ മരണത്തിന് വിട്ടുകൊടുക്കരുത്. എന്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു തരണം മോളെ. ഞാൻ പറഞ്ഞില്ലേ, കണ്ണീരിന് മുന്നിൽ അലിയാത്ത കരിങ്കല്ലുണ്ടോ? അവളെയും അവളുടെ അമ്മയും വിറ്റ കാശ് എന്റെ കയ്യിലുണ്ട്. ദത്ത് കൊടുക്കാൻ അറിയാമെങ്കിലേ തിരിച്ചു വാങ്ങിക്കാനും എനിക്കറിയാം. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താടോ? ആമച്ചേച്ചി പുതിയ അടവായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. മനസ്സിലായില്ല. ഇപ്പൊ എന്റെ കാല് പിടിക്കാൻ വന്നേക്കുന്നു.
എന്തിന്? അഡോപ്ഷന്റെ ആ കടലാസ് കോടതി കൊടുക്കരുതെന്ന് അമ്മയോട് പറയണമെന്ന്. അതിനു വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണെന്ന്. എന്നിട്ട് താനെന്ത് പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ല. അറിഞ്ഞോണ്ടല്ലെങ്കിലും കുറച്ചുകാലം സ്നേഹിച്ചതല്ലേ. ആ മുഖത്തേക്ക് നോക്കിയപ്പോ ഒന്നും പറയാൻ തോന്നിയില്ല. പക്ഷേ ഞാൻ എന്റെ മനസ്സിൽ പറഞ്ഞു, എന്ത്? ഇനി അഥവാ അങ്ങനെ ഒരു കോംപ്രമൈസിന് എന്റെ അമ്മ സമ്മതിച്ചാൽ തന്നെ ഞാൻ സമ്മതിക്കില്ലാന്ന്. നിയമത്തിന്റെ ഏതറ്റം വരെ പോയിട്ടാണെങ്കിലും എന്റെ കുഞ്ഞിനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ലാന്ന്. എന്താ എന്താ താനൊന്നും മിണ്ടാത്തെ? എന്നോട് അഭിപ്രായം ചോദിക്കാതെ താനെടുക്കുന്ന ഓരോ തീരുമാനങ്ങളല്ലേ. അല്ല, ഇപ്പൊ ഞാനെന്ത് പറയാനാ? ഓഹോ, അങ്ങനെ.